ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ത്? ഹിമാലയ പർവ്വതനിരയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുകയാണ് ഹിമാലയ പർവ്വതനിരയുടേത്. ഓക്കെ. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതൊക്കെയാ? ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? താഴെ പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാർ, കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരള നിയമസഭയിൽ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ എത്ര എണ്ണമാണ്? കേരള നിയമസഭയിൽ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ 2 ആണ്. 2. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന്റെ മുഖ്യ കാരണം ഓപ്ഷൻ സി ആണ്, പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് ആര്? ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേരള സർക്കാർ രൂപീകരിച്ച കിഫ്ബി ബോർഡിന്റെ ചെയർപേഴ്സൺ. കിഫ്ബിയുടെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. ആലപ്പുഴ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ ഏത്? മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിനാണ് മേധ. മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം. കല്ലുമാല സമരം നടക്കുന്നത് പെരിനാടാണ്. പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇ ഗവേണൻസ്. ഇ ഗവേണൻസ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്ന എവിടെ? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് അട്ടാരിയിലാണ്. അട്ടാരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറിയ കേരളത്തിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് പാമ്പാടും ചോല. പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂലമറ്റമാണ്. മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കു വരെ. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ മുതൽ മംഗലാപുരം വരെ. സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എത്രയാണ്? സ്വാതന്ത്ര്യ സമര കാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം 8 ആണ്. 8. വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽ പെടുന്നതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന കൃതി ഒരു നോവലാണ്. ആനന്ദമഠം ഒരു നോവലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. വേല ചെയ്താൽ കൂലി കിട്ടണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആര്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആര്? പ്രധാന നേതാവ് കെ കേളപ്പൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. വിദ്യാധിരാജ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികൾ.
ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ്? ഓപ്ഷൻ എ ആണ്, തലയ്ക്കൽ ചന്തു ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിക്കുന്നത്. KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ സംഭവം? KPR ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് മൊറാഴ സമരവുമായി ബന്ധപ്പെട്ടാണ്. മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടന? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് A.O. ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര്? നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ്? നീൽ ദർപ്പൺ രചയിതാവ് ദിനബന്ധു മിത്ര. ദിനബന്ധു മിത്ര. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ച്? സുപ്രീം കോടതി ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ്, 32. ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്നത് സാരാനാഥിലാണ്. സാരാനാഥ്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷൻ അധികാരമുണ്ട്? ഓരോ ദിവസവും 250 രൂപ വരെ. 250 രൂപ വരെ. സ്വരം സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം മൗലിക കടമകളാണ്. ഭാഗം 4A. സ്വരം സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂട്ടിച്ചേർത്തതാണ് മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയുടെ സ്ഥാപകനാണ് D.K. കാർവേ. D.K. കാർവേ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എറണാകുളം. കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗളവനം. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ? ചാകര കാണപ്പെടുന്നത് അറബിക്കടൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ല. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം? സംസ്ഥാന തലത്തിലാണ്. സോ ഉത്തരം ഓപ്ഷൻ ഡി, ലോകായുക്ത. ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാൽ. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ് കോടതിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഓപ്ഷൻ ബി, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം? ഓപ്ഷൻ എ ആണ്, ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തി. മിശ്രവിവാഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് ആര്? സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്രയുടെ പോഷക നദി? ബ്രഹ്മപുത്രയുടെ പോഷക നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് തിസ്തയാണ്. തിസ്ത. ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏതാണ് തന്നിരിക്കുന്നത്? തിസ്തയാണ്. അടുത്ത ചോദ്യം നോക്കാം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. കേരളത്തിലെ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു ഏതാണ്? ഓപ്ഷൻ ബി, തോറിയം. കേരള സംസ്ഥാന കായിക ദിനം? കേരള സംസ്ഥാന കായിക ദിനം ഓപ്ഷൻ സി, ഒക്ടോബർ 13. വെള്ളപ്പൊക്കം തടയുന്നതിന് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ ഏത്? വെള്ളപ്പൊക്കം തടയുവാനായിട്ടുണ്ടായിട്ടുള്ള തടയണയാണ് ഏത്? തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ. നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത്? നീലമലകളുടെ നാട് നീലഗിരി. ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത്? ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻ ദ്വീപ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം എന്താ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനമുടി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി? ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഗംഗയ്ക്കാണ്. ഗംഗ. ഭക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി, സത്ലജ് നദി. സത്ലജ് നദിയിലാണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്.
ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. സാങ്പോ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. കാവേരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരാവതി നദിയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. ഇന്ത്യൻ നാവികസേനാ ദിനം എന്ന് ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡിസംബർ 4 ഇന്ത്യൻ നാവികസേനാ ദിനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈലാണ് പൃഥ്വി എന്ന് പറയുന്നത്. പൃഥ്വി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? മൗലികാവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. വാരണാസി ഏത് നദീതീരത്താണ്? വാരണാസി എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ തീരത്താണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് പ്രസിഡന്റ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങളിലാണ് രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് PSC തന്ന ഉത്തരം ഓപ്ഷൻ എ 1976 പക്ഷെ പാസ്സാക്കപ്പെട്ടത് 1976 നിലവിൽ വന്നത് 1977 അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2005. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചൂലന്നൂർ. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏത്? പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള മലനിരകളാണ് പശ്ചിമഘട്ടം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. കേരളത്തിലെ ശുദ്ധജല തടാകം ഓപ്ഷൻ ബി ആണ്. ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. കല്ലട. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്? ആനയാണ്. ആന. അടുത്ത ചോദ്യം, കേരളത്തെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്? കേരളത്തെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് 2002 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത്? 1940 പള്ളിവാസൽ ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ. കുറിച്യ കലാപം നടന്ന വർഷം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1812. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ചമ്പാരൻ. ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചിരിക്കുന്നത് തുണിമിൽ സമരമാണ്. ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം? ജർമ്മനിയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ചത് ഏതാണ്? റൂർക്കേലയാണ്. റൂർക്കേല. ISRO രൂപീകൃതമാവുന്നത് 1969. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഓപ്ഷൻ സി ചാന്ദ്രയാൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? സംഭവമാണ് ചൗരി ചൗരാ സംഭവം 1922. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ.
ലോക ജലദിനം എന്ന്? ലോക ജലദിനം മാർച്ച് 22. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കർണാടക തമിഴ്നാട്. കർണാടക തമിഴ്നാട്. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, APJ അബ്ദുൽ കലാം ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. വർഷം 1919. എല്ലാത്തിന്റെയും വർഷവും കൂടെ നിങ്ങൾ പഠിച്ചു വച്ചേക്കണം. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ വിശകലനം ചെയ്തപ്പോൾ സെയിം ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഉത്തരം എന്താ? ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. വർഷം 1929. ഇതിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ബംഗാൾ വിഭജനം നടത്തിയിട്ടുള്ള ബ്രിട്ടീഷ് വൈസ്രോയി ഓപ്ഷൻ ഡി, കഴ്സൺ പ്രഭു ആണ്. വർഷം 1905. ബംഗാൾ വിഭജനത്തിന്റെ വർഷം 1905 നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? 19 ഉൾക്കൊള്ളുന്ന അവകാശമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ചോദ്യം കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഉണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബാക്കിയെല്ലാം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32, ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24 വരുന്നത്. മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25, 28 ഇതിലാണ് വരുന്നത്, ആർട്ടിക്കിളാണ് വരുന്നത്. സോ 19 ഏത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം വരുന്നത് 19. അടുത്തത്, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44-ാം ഭേദഗതി. വർഷം 1978. 42-ാം ഭേദഗതി എപ്പോഴും ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ്. 1976 42-ാം ഭേദഗതി എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? ഏതാണ് കമ്മിറ്റി? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ചേർക്കുന്നത് ആര്? ജോയിന്റ് സിറ്റിംഗ് അഥവാ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. 108. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സമത്വ സമാജത്തിന്റെ വർഷം ചോദിക്കാറുണ്ട്. എത്രയാണ്? 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന
ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിക്കാറുണ്ട്. 1721 ആറ്റിങ്ങൽ കലാപം. ഇനി 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി ആര്? 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാട്. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഭായ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റ് ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം ശരിയാണ്. G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ എന്നത്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇനി ഇവിടെ 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് തെറ്റ്. 1999 G20 രൂപീകരിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഓപ്ഷൻ ബി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഉൾപ്പെടാത്ത വ്യക്തി പോറ്റി ശ്രീരാമലു. അദ്ദേഹം നമ്മുടെ ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. അതിൽ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസൽ അലിയാണ്. മലയാളിയായ അംഗം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM പണിക്കറാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഓപ്ഷൻ സി ആണ്. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത് ഏത് രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയൻ. അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആര്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത. കാലുകൾ കൊണ്ട് വാഹനമോടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ചിട്ടുള്ള ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ ബി, ശ്രീലങ്കയെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഉള്ളത്. 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? മത്സ്യബന്ധന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാടിന്റെ അതിർത്തിയിൽ, തമിഴ്നാടും കർണാടകയും ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ചൈനയിലാണ്. ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ആണ്, പെരിയാർ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഓപ്ഷൻ എ ആണ് 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പമ്പാ നദി. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ഓപ്ഷൻ ബി 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംദാർ ആണ്. നിതിൻ മധുകർ ജംദാർ ആണ്. നിതിൻ മധുകർ ജംദാർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. പരീക്ഷ നടക്കുന്ന സമയത്ത് AJ ദേശായി ആയിരുന്നു. ഇനി പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്ന വർഷം? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുന്ന വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? 14ാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓർബിറ്റർ ആണ്. ബാക്കി ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവ ചന്ദ്രയാൻ 3യിലൂടെ വിക്ഷേപിച്ചവയാണ്. താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏത്? അമൃത ഷേർഗിലിന്റെ ചിത്രം ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. GSTയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. 101. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ് ആണ്. പ്രേംചന്ദ്. ഗോദാൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് പ്രേംചന്ദ്. അടുത്തത് ഹിന്ദി ഭാഷയിലാണെന്നും കൂടെ ഓർത്തിരിക്കണേ. ഹിന്ദി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏതു ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഒളിമ്പിക്സിലെ മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യയാണ്. ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അല്ലു അർജുൻ ആണ്. കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുഷ്പ എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാലം സാക്ഷിയാണ് കേട്ടോ. കാലം സാക്ഷി. അടുത്ത ചോദ്യം, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. നമ്മൾ കണക്ഷൻ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏറ്റവും ഉയരമുള്ളതാണ്. അപ്പൊ ഹൈറ്റിൽ എന്നുള്ള രീതിയിൽ ഹൈദരാബാദ് ഓർക്കാൻ പറഞ്ഞിരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി ഓപ്ഷൻ പി ആണ്, 2 മാത്രമാണ്. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ ഉപയോഗിക്കുന്നു. ഇനി ഉളിപ്പല്ല് എന്തിനാണ്? ഇവിടെ ചവച്ചരയ്ക്കാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. കടിച്ചു മുറിക്കാനാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഉളിപ്പല്ല്. ഇനി ഇവിടെ ചർവണകവും അഗ്രചർവണവും എന്തിനു വേണ്ടിയിട്ടാണ്? ചവച്ചരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത്. 2 മാത്രമാണ് ശരിയായത്. ഇനി ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ പയർ അല്ലെ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇതൊക്കെ
ഏതിന്റെയാണ്? പയറിന്റേതാണ്. അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് ഏത് രോഗമാണ്? കണ അഥവാ റിക്കറ്റ്സിന്റെ ലക്ഷണമാണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരി. തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ് എന്നുള്ളത്. ബാക്കി കൽക്കരി എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സൂര്യൻ എന്ന് പറയുന്നത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നത്. അടുത്തത്, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരത്തില് കടലാമകളെയാണ് സംരക്ഷിച്ചു വരുന്നത്. ഏത് ജില്ലയാണ്? ഓപ്ഷൻ ബി മലപ്പുറം ജില്ലയാണ്. മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? കഴിഞ്ഞ ക്ലാസ്സിൽ അതേ ചോദ്യം തന്നെ, ഓപ്ഷൻ സി 2023. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കണ്ടോ? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഇതേപോലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തത്, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർദ്രം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്ത് ഊർജമാറ്റമാണ് ഉണ്ടാവുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജൈന്റ് വീലിന്റെ ചലനമാണ്. ബാക്കി ക്ലോക്കിലെ പെൻഡുലം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഇതെല്ലാം എന്താണ്? ദോലന ചലനങ്ങളാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം. എന്തുകൊണ്ടാണ് ടൈറ്റാനിയം കൂട്ടത്തിൽ പെടാത്തത്? ബാക്കി മെന്റലീവിയം, റൂഥർഫോർഡിയം, ക്യൂറിയം ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ്. ശാസ്ത്രജ്ഞന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ടൈറ്റാനിയം മാത്രമാണ് അതിൽ പെടാത്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഐസ് ചൂടായി ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ഓപ്ഷൻ സി ആണ്. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു എന്നുള്ളതാണ് അല്ലെ. ഐസ് പോയി ജലമാകുമ്പോൾ കണികകൾ തമ്മിലുള്ള ചലനം കുറയുകയല്ല ചെയ്യുക, ചലനം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. അതുപോലെ ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ വരുന്നത്. അടുത്തത്, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ബി ആണ്, ചിക്കൻ പോക്സ് ആണ്. ചിക്കൻ പോക്സ്. അപ്പൊ ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ എന്നൊക്കെ പറയുന്നത് ബാക്ടീരിയ മൂലമുണ്ടാവുന്ന രോഗങ്ങളാണ്. ചിക്കൻ പോക്സ് മാത്രം എന്താണ്? വൈറസ് മൂലമുണ്ടാവുന്ന രോഗമാണ്. അതുകൊണ്ടാണത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വവ്വാൽ. ഇതും കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ടൊരു ചോദ്യമാണ്. അടുത്തത്, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാവുന്ന രോഗാവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡയബറ്റിസ് മെലിറ്റസ്.
രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം, ഇതും കഴിഞ്ഞ ചോദ്യപേപ്പറിൽ കണ്ടു, ഇരുമ്പാണ്, ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്ഫിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ ഏത്? സാധ്യതയില്ലാത്തത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഇൻസുലിന്റെ കുറവ് കൊണ്ടുണ്ടാവുന്നതാണ് പ്രമേഹം എന്ന് പറയുന്നത്. ബാക്കി അതിറോസ്ക്ലെറോസിസ്, ഹൃദയാഘാതം, പക്ഷാഘാതം ഇതൊക്കെ കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. HIV ബാധിക്കുന്ന രക്തകോശങ്ങൾ എന്ന് പറയുന്നത് ലിംഫോസൈറ്റ് ആണ്, ലിംഫോസൈറ്റ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? WIFS ആണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാലമിത്ര. ബാലമിത്ര. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഏതു മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയ്ഡ്സ് രോഗം പകരാത്തത് ഓപ്ഷൻ സി, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെയൊന്നും എന്ത് ചെയ്യില്ല, എയ്ഡ്സ് പകരത്തില്ല. ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെയൊക്കെയാണ് എയ്ഡ്സ് രോഗം പകരുന്നത്. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം, സുരക്ഷിതമായ നഗരത്തിൽ കൊല്ലും കൊലയും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കൊല്ലും, കൊൽക്കത്ത എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. ഓപ്ഷൻ ബി, കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, തുടങ്ങനാടാണ്, തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 28%. ഇത് ഓർത്തിരിക്കാനായിട്ടൊരു കോഡ് ഞാൻ പറഞ്ഞിരുന്നു. ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നത് 2 പേർ തമ്മിലാണ്. ഒരുപാട് ഗെയിമുകൾ കളിച്ചാൽ 8ന്റെ പണി കിട്ടും. 28% എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്രയിലാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആനന്ദമഠമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ആനന്ദമഠം. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ഓപ്ഷൻ സി, ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പ്രസ്താവിച്ചത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഏതാണ്? ബംഗാളാണ്, ബംഗാൾ. ഇനി ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്, അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ഇതിലേതാണ് തെറ്റ്? ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത് അല്ലെ. ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റിയത്, ബാക്കിയെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ്. ഏതൊക്കെയാണ് സവിശേഷതയായിട്ട് വരുന്നത്? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ,
മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏതു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏതു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പൊ ഇവിടെ പാർലമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം പാർലമെന്റിന്റെ സവിശേഷതകളിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് രണ്ടുമാണ് മൗലിക അവകാശങ്ങളിൽ വരുന്നത്. ഇനി ഇവിടെ സൗജന്യ നിയമസഹായം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൗജന്യ നിയമസഹായം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിൽ 39A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. ഇനി ലഹരി വസ്തുക്കളുടെ നിരോധനം എന്ന് പറയുന്നതും നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. ആർട്ടിക്കിൾ 47 ആണ് ലഹരി വസ്തുക്കളുടെ നിരോധനത്തെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങൾ ഏതുമാത്രമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നിവയാണ് വരുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോയുടെ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്ന് പറഞ്ഞത് പ്ലേറ്റോയാണ്, പ്ലേറ്റോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ആരെ കുറിച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച്. ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് അയ്യങ്കാളി കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു രാമകൃഷ്ണപിള്ള എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാ തെറ്റത്? സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ളയല്ല, പിന്നെ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ അതാണ് നമുക്ക് തെറ്റി തന്നിരിക്കുന്നത്. അടുത്തത്, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS എവിടെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂർ. തിരുവിതാംകൂറിലാണ് പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്. സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1-നാണ്. അടുത്ത ചോദ്യം, 1.25 മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 18ാമത് ലോക്സഭയാണ് 2024 നിലവിൽ വരുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്നത് നോക്കുക. 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ, അത് ശരിയാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ് എന്നുള്ളത് ശരിയാണ്. ഇനി ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്, അത് തെറ്റല്ലേ? ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? അത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ 3 തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റിപ്പോയത്. ഓക്കെ, അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് നോക്കുക, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു എന്നുള്ളതാണ് ആദ്യം വരുന്നത് 1962. ദെൻ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു 1969. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു വർഷം 1975. ദെൻ ചന്ദ്രയാൻ ദൗത്യം നമുക്കറിയാം, ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇപ്പൊ 3 ആണെങ്കിൽ അവസാനം 2023 വരുന്നത് അല്ലെ. അപ്പൊ ഏതാണെങ്കിലും അത് അവസാനമാണ് വരുന്നത്. സോ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് 1, 2, 3, 4 എന്ന് പറയുന്ന ഓർഡറിൽ തന്നെയാണ് വരുന്നത് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായത് ഓപ്ഷൻ ഡി ആണ്. 4 ബൊക്കാറോ എന്ന് പറയുന്നത് രൂപീകരിക്കാനായിട്ട് സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. റഷ്യ. ഇവിടെ ഫ്രാൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. ബൊക്കാറോ എവിടെയാണ്? ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത് റഷ്യയാണ്. അടുത്തത്, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഓപ്ഷൻ ബി ആണ്. 1951 to 56 ആണ് കാലയളവ് എന്നുള്ളതും കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഇവിടെ വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്തിന് ഊന്നൽ നൽകിയത്? വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകിയത്. അടുത്ത ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടെയാ? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. അടുത്തത്, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23 താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏത്? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്. പത്കായി ബും, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ എന്നിവയാണ് കിഴക്കൻ മലനിരകളുടെ ഭാഗം. പത്കായിബും, മീസോ കുന്നുകൾ, ഗാരോ കുന്നുകൾ. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉമാണ് ശരി അല്ലാത്തത്. അപ്പോ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? ഇത് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ എന്നുള്ളതും കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നുള്ളതുമാണ് കറക്റ്റ് ആയിട്ടുള്ളത് പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ എന്ന് പറയുന്നത് കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരി. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. ദെൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ബാക്കി 2ഉം അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്. പാരദ്വീപ്, അതുപോലെ തന്നെ ഹാൽഡിയ. പാരദ്വീപ്, ഹാൽഡിയ എന്നിവയാണ് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. ചിയപ്പാറ, പത്തനംതിട്ട. ചിയപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ബാക്കിയെല്ലാം ശരിയാണ്. വാഴച്ചാൽ തൃശ്ശൂരാണ്, പാലരുവി കൊല്ലമാണ്, തുഷാരഗിരി കോഴിക്കോട്. ചിയപ്പാറ ഇടുക്കി ജില്ലയിലാണെന്ന് ഓർക്കുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് എന്നുള്ളത് കേട്ടോ.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ തുടങ്ങിയവ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇതിലെല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ആൻസർ വരുന്നത്. അടുത്തത്, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതുപോലെ വരയാടുകളെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല, അതാണ് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായത് ഓപ്ഷൻ ബി ആണ്. 2, 4. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി എന്ന് കൊടുത്തിട്ടുണ്ട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. ഇനി 4, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. 780 മെഗാവാട്ട് ആണ്. അതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത്. ബാക്കി രണ്ടും ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. അത് രണ്ടും ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു. അപ്പൊ ഇത് ഇടനാടിന്റെ സ്വഭാവ സവിശേഷതയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ളത് ഇടനാടാണ്. ബാക്കിയെല്ലാം മലനാടിനെ കുറിച്ചാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇതെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ഓപ്ഷൻ സി ആണ്. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് എന്നിവരാണ് കേരള അത്ലറ്റുകൾ. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് യോജിക്കാത്തത്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയാണ്. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഔദ്യോഗിക മത്സ്യം എന്ന് പറയുന്നത് കരിമീനാണ്. അപ്പൊ അത് രണ്ടുമാണ് തെറ്റിയത്. ബാക്കിയെല്ലാം ശരിയാ. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആദ്യത്തെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പെരിയാർ. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത 3 ആണ്. കൊല്ലം ടു കോട്ടപ്പുറം കണക്ട് ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതിലെല്ലാം വരും. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ലയനക്കരാർ തയ്യാറാക്കിയത് ഓപ്ഷൻ സി സർദാർ പട്ടേൽ, VP മേനോൻ എന്നിവർ ചേർന്നിട്ടാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖാരിഫ് വിള നെല്ലാണ്.
അടുത്തത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. അടുത്തത് ISRO സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഓപ്ഷൻ ബി, കോഴിക്കോട്. അടുത്തത് 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബീഹാർ ആണ്, ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 107 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, 52ാമത്തെ ചോദ്യം, സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി, ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ചെവി. ചെവിയിലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നത്, സ്റ്റേപ്പിസ് അല്ലെ. അടുത്തത്, താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം ആണ് ശരി. വിറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗാവസ്ഥയാണ് നിശാന്തത എന്നുള്ളത്. ബെറിബെറി എന്ന രോഗം വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നു. ഇനി ബെറിബെറി എന്ന രോഗം വിറ്റമിൻ ബി ആണെന്ന് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ സിയുടെ കുറവ് മൂലം എന്നുള്ളത് തെറ്റാണ്. പിന്നെ വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തെറ്റാണ് അല്ലെ. വർണ്ണാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ചുവപ്പ് അതുപോലെ തന്നെ പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്, അപ്പൊ അതും തെറ്റാണ്. അടുത്തത്, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്നത് പൊക്കാളിയാണ്, പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എന്ന് പറയുന്നത് ഉൽപാദകരായിരിക്കും അല്ലെ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹരിത സസ്യങ്ങളായിരിക്കും. അടുത്തത്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ് ആണ് കേട്ടോ, അരുൺ അലോഷ്യസ്. അടുത്ത ചോദ്യം, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ, ബാർക്ക് ആണ്, BARC. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയത് BARC, ബാർക്ക്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂൾ എന്നുള്ളതും താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ എന്നുള്ളതുമാണ് ശരി. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്, ബലം പാസ്കൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാസ്കൽ എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് അല്ല, പിന്നെ എന്തിന്റെ ആണ്? പ്രഷറിന്റെ യൂണിറ്റ് ആണ്. പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ശരിയാണ്. പവറിന്റെ യൂണിറ്റ് വാട്ട്, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂള്, ഊർജത്തിന്റെ യൂണിറ്റ് ജൂളാണ്, പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ്, അലുമിനിയത്തിന്റെ ധാതുവാണ് ഏത്? ക്രയോലൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ് ആണ്, ബേക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ടൊവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കോയമ്പത്തൂർ ആണ്, കോയമ്പത്തൂർ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോയമ്പത്തൂർ. ദെൻ അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് എന്നുള്ളത്. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ് അല്ലെ. കോളറ എന്ന് പറയുന്നത് മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെയാണ്
പകരുന്നത് ഒരു ബാക്ടീരിയ രോഗം കൂടിയാണ്. കോളറ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ രോഗമാണ്. മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. പിന്നെ ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് ആരാണ് പരത്തുന്നത്? കൊതുകാണ് പരത്തുന്നത്. ഏതു കൊതുകാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈഡിസ് ഈജിപ്തി കൊതുകാണ് പരത്തുന്നത്. ഈഡിസ് ഈജിപ്തി കൊതുക് മുഖേന പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് ഓപ്ഷൻ സി മലമ്പനി. അടുത്തത് ശരിയായ ജോഡി ഏത്? അപ്പൊ ഇവിടെ വാക്സിനുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായത് ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ്. ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് BCG എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടെറ്റനസ്, ഡിഫ്തീരിയ എന്നൊക്കെ പറയുന്നത് അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നത് DTP വാക്സിൻ ആണ്. DTP വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെ രോഗത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫ്തീരിയ, അതുപോലെ തന്നെ പെർട്യൂസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ചുമയാണ് കേട്ടോ. വില്ലൻ ചുമ അഥവാ പെർട്യൂസിസ്, അതുപോലെ തന്നെ ടെറ്റനസ്, ഇത്രയും രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് DTP വാക്സിൻ എന്ന് പറയുന്നത്. ഇനി MMR വാക്സിൻ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. MMR വാക്സിൻ എന്ന് പറയുന്നത് 3 കാര്യങ്ങൾക്കാണ്. മുണ്ടിനീര്, 5-ാം പനി, ജർമ്മൻ മീസിൽസ് കേട്ടോ. മുണ്ടിനീര് അഥവാ മംസ് എന്ന് പറയുന്നത്, ദെൻ മീസിൽസ് അഥവാ 5-ാം പനി എന്ന് പറയുന്നത് കേട്ടോ. 5-ാം പനി അഥവാ മീസിൽസ്, ദെൻ റുബല്ല എന്ന് പറയുന്നത് ജർമ്മൻ മീസിൽസ് എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. സോ മുണ്ടിനീര്, 5-ാം പനി, ജർമ്മൻ മീസിൽസ് അല്ലെങ്കിൽ റുബല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് MMR വാക്സിൻ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ് ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു ജനിതക രോഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കി ഫാറ്റി ലിവർ, പ്രമേഹം, പക്ഷാഘാതം ഇതൊക്കെ എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഓപ്ഷൻ ഡി ആണ്, മൃത സഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അശ്വമേധം പദ്ധതി കുഷ്ഠവുമായി ബന്ധപ്പെട്ടതാണ്. നിപ്പ രോഗത്തിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ രോഗത്തിന്റെ വാഹകർ വവ്വാലുകളാണ്, വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈറസിനാണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ളത്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. ബാക്കി ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഇതൊക്കെ ആയുഷിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് വിമുക്തിയാണ്, വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മെഡിസെപ്പ് ആണ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി. ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, പൊൻവാക്ക്. മൃതസഞ്ജീവനിയുടെ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ ആണ് കേട്ടോ, മോഹൻലാൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.